ചേരുക പ്ലീസ്. ഫസ്റ്റ് ഗോൾ ടൗട്ടീൻ കൂത്തുപറമ്പ് ഡി ദേശാഭിമാനി കൊപ്രക്കളം. ഈ മത്സരത്തിന് ശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അരങ്ങേറുവാൻ വേണ്ടി പോവുകയാണ്. തീപാറും പോരാട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു മത്സരം അവസാനിച്ചു കഴിഞ്ഞാൽ 8 ടീമുകളായി മാറുകയാണ്. 14 ടീമുകളിൽ നിന്നും 8 ടീമുകളായി ചുരുങ്ങുന്നു ക്വാർട്ടർ മത്സരങ്ങൾ. തുടർന്ന് സെമി ഫൈനൽ മത്സരവും ഫൈനൽ മത്സരവും നടക്കുവാൻ വേണ്ടി പോവുകയാണ്. ടീം റെഡി. പരാജയപ്പെട്ടാൽ ഈ ടൂർണമെന്റിലെ 9ാം സ്ഥാനം നേടിക്കൊണ്ട് കളിക്കളപ്പിക്ക് മടങ്ങണം. ഈ ടൂർണമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഈ ടൂർണമെന്റിൽ ഏറ്റവും തൂക്കം കുറഞ്ഞ കളിക്കാരൻ ദേശാഭിമാനി കൊപ്രക്കളത്തിന് വേണ്ടി 4ാം നമ്പറിൽ മത്സരിക്കുകയാണ്. കൂത്തുപറമ്പ് ദേശാഭിമാനി കൊപ്രക്കളം ഈ ടീമുകൾ മത്സരിക്കുന്ന ഗ്രൂപ്പ് അവസാന മത്സരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ മത്സരത്തിന് ശേഷം ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ. ആരാണ് വിജയക്കൊടി പാടിപ്പിക്കുക എന്ന് പറയുവാൻ ഈ പോരാട്ട ഭൂമിയെ ധന്യമാക്കിക്കൊണ്ട് മത്സരത്തിന്റെ പോരാട്ട ഭൂമിയിൽ ആർക്ക് കനക കിരീടം സ്വന്തമാക്കുവാൻ സാധിക്കുമെന്ന് പറയുവാൻ സാധിക്കാത്ത മത്സരം. നല്ലൊരു പ്രതിരോധം തീർത്ത് ആദ്യ സെറ്റ്